തൊട്ടാൽ 7 തവണ കഴുകണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞ നായയുണ്ടല്ലോ, ആ നായയെ കണ്ടാൽ 10 കാര്യങ്ങൾ ഒരു വിശ്വാസി ഓർക്കേണ്ടതും, നായയിലുള്ള 10 സ്വഭാവങ്ങൾ ഒരു മനുഷ്യനിലുണ്ട് എങ്കിൽ അവന് സ്വർഗമുണ്ടെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ച 10 സ്വഭാവ ഗുണം. നായയിലുള്ള, പട്ടിയിലുള്ള 10 സ്വഭാവങ്ങൾ നമുക്കുണ്ട് എങ്കിൽ ആ 10-ൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്കുണ്ട് എങ്കിൽ നമുക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ ആ 10 സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി നമ്മൾ വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാ. ഒരുപാട് ആളുകൾ നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു പൊതുവായ ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്ലാമിൽ നായ, ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നായയെ തൊട്ടാൽ 7 തവണ കഴുകണമോ എന്ന വിഷയത്തിൽ വലിയ ചർവണം നടത്തി സോഷ്യൽ മീഡിയകൾ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഒരു വലിയ വിഷയമായി നടക്കുന്ന സന്ദർഭത്തിലാണ്. അതുകൊണ്ട് തന്നെ നായ എന്ന് പറഞ്ഞാൽ അതൊരു നികൃഷ്ട ജീവിയായി അതിനെ മാറ്റി നിർത്തപ്പെടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നായക്ക് വെള്ളം കൊടുത്ത ഒരു സ്ത്രീ സ്വർഗത്തിൽ പോയ ചരിത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസം എല്ലാ വെള്ളിയാഴ്ചയും ഓതൽ സുന്നത്തായ സൂറത്തുൽ കഹ്ഫ്, ആ സൂറത്തുൽ കഹ്ഫിൽ പ്രതിപാദിക്കുന്ന അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ആളുകളോടൊപ്പം ഉണ്ടായിരുന്ന ഖിത്തുമീർ എന്ന് പറയുന്ന പേരുള്ളത് ഒരു നായയാണ്. അതുകൊണ്ട് തന്നെ നായ ഇസ്ലാമുമായി ബന്ധമുണ്ട്. അതിനെ മാറ്റി നിർത്തപ്പെടുകയോ അവഗണിക്കുകയോ നികൃഷ്ടതയെന്നോ നമ്മൾ ഒരിക്കലും പറയണില്ല. നായയെ തൊട്ടാൽ കഴുകണോ വേണ്ടേ, എങ്ങനെയുള്ള നായയെ തൊടുമ്പോഴാണ്, ഏതൊക്കെ നിയമവശങ്ങളിലാണ് കഴുകേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ നമ്മൾ പറയും. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം അതൊന്നുമല്ല. നായ എന്ന് പറഞ്ഞാൽ അതൊരു അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ വണങ്ങുന്ന, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ജീവിയാണെന്ന് മഹാനായ ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന, അല്ലെങ്കിൽ തെരുവിലൂടെ നടന്നു പോകുന്ന, അല്ലെങ്കിൽ വീടുകളിൽ വളർത്തുന്ന ചില നായകൾ, ആ നായകളെ കണ്ട ഒരു വിശ്വാസി പഠിക്കേണ്ട 10 സ്വഭാവങ്ങളുണ്ട്. നായയെ കണ്ട് നമ്മൾ പഠിക്കണമെന്നാണ്. പട്ടിയെ കണ്ട് നമ്മൾ പഠിക്കേണ്ട 10 സ്വഭാവമുണ്ട് എന്ന് മഹാനായ ഹസൻ ബസ്രി ഇമാം നമ്മ പഠിപ്പിക്കുകയാണ്. ആ 10 സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് പഠിക്കുക. ഈ 10-ൽ ഏതെങ്കിലും ഒരെണ്ണം മതി എന്തിന്? സ്വർഗം പോകാൻ. ഇപ്പൊ നായ കാരണം സ്വർഗത്തിൽ പോകാൻ 10 സ്വഭാവങ്ങളുമായിട്ടാണ് നായ നടക്കുന്നത് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ഹയാത്തുൽ ഹയവാൻ എന്ന ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല, വേഗം പറഞ്ഞു പോകും. കുറഞ്ഞ സമയം, കൂടുതൽ അറിവ്, അതാണ് നമ്മുടെ ആശയം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ വിഷയം, ഖില്ലത്തുൻ നൗം, ഉറക്കം കുറവാണ് നായക്ക്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ പോലെ മണിക്കൂറുകളോളം നായ ഉറങ്ങോ? രാത്രി നമ്മൾ ഉറങ്ങിയാലും നായ ഉറങ്ങൂല. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നായ എഴുന്നേറ്റിരിക്കും. അത് മാത്രമല്ല, ഇനി ഉറങ്ങിയാൽ തന്നെ സർവ്വ ശ്രദ്ധയും 4 ഭാഗവും വീക്ഷിച്ചുകൊണ്ടാണ്. ഒരു ഈച്ച പറന്നുപോയ സൗണ്ട് ഉണ്ടാക്കി, ഒരു ഈച്ച പറന്നുപോയ ചാടി എഴുന്നേറ്റത് കുരയ്ക്കും. നായക്ക് ഖില്ലത്തുൻ നൗം, ഉറക്കം കുറവാണ്. ഇത്ര മണിക്കൂർ ഉറങ്ങണമെന്നും ഒരു നിർബന്ധവും ഇല്ല അതിന്. ഇതെല്ലാം കോരിച്ചൊരിയുന്ന മഴ. ഇന്നിപ്പോ തഹജ്ജുദ് വേണ്ട, എല്ലാ ദിവസവും നിസ്കരിക്കണല്ലേ, ഇടിയും മഴയും ബ്ലാങ്കറ്റും മൂടി ഒരൊറ്റ ഉറക്കം, സുബഹി വേണ്ട, അങ്ങനെ നായ ചിന്തിക്കൂല. മഴയായാലും വെയിലായാലും തണുപ്പായാലും മഞ്ഞായാലും കൃത്യമായി അത് എഴുന്നേറ്റിരിക്കും. മഹാനായ ഹസൻ ബസ്രി ഇമാം പറയുന്നു, ഇത് സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. അള്ളാഹുവിനെ ആദരിക്കുന്ന അടിമകൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഐനല്ലദീ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഅ, പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ, എല്ലാവരും നല്ല നിദ്രയിലാഴുമ്പോ, നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി ശീതീകരിച്ച മുറിയിൽ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോ, എനിക്കുറക്കമല്ല വലുത്, എനിക്ക് സുഖ സൗകര്യങ്ങളല്ല വലുത്, എന്റെ റബ്ബാണെന്ന് പറഞ്ഞ് ആ ഉറക്കപ്പായ വെടിഞ്ഞുകൊണ്ട്, ആ വിരിപ്പിടത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാരുണ്ടോ അവന് സ്വർഗമുണ്ട്, അള്ളാഹുവിന്റെ പൊറുതിയുണ്ടെന്ന് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ.
ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ സ്വാലിഹീങ്ങളുടെ അടയാളം ഖില്ലത്തുൻ നൗം, ഉറക്കം കുറവാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഉറക്കം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിലുപരി എപ്പോഴും വെറുതെ ഇരുന്ന് അപ്പോറം അധികം ഉറങ്ങിയാൽ ക്ഷീണവും ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. സുബഹി കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല, ദാരിദ്ര്യം വരും. ളുഹർ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല, അസർ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ചില സമയങ്ങളുണ്ട്. ഉറങ്ങാൻ ഏറ്റവും സന്ദർഭം ഉറക്കവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീട് നമുക്ക് പഠിക്കാനുണ്ട്. എപ്പോൾ ഉറങ്ങലാണ് കൂലിയുള്ളത്, ഏതൊക്കെ സമയത്ത് ഉറങ്ങാൻ പാടില്ല, പകൽ ഉറങ്ങാൻ പ്രത്യേക സമയങ്ങൾ ഏതൊക്കെ നമുക്ക് വിശാലമെന്ന് നമുക്കൊരു ചർച്ചയുണ്ട്. അള്ളാഹു പഠിക്കാൻ ഈ ചാനലിലൂടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നെ ഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ എത്തിച്ചു തരികയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സമയം കളയുന്നു എന്ന് നിങ്ങൾ പറയല്ലേ. ഞാൻ അടുത്ത വിഷയത്തിലേക്കാണ്. അപ്പൊ ഒന്നാമത്തത് ഖില്ലത്തുൻ നൗം. രണ്ടാമത്തത് അള്ളാഹുവിന്റെ റസൂൽ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥനാവുന്ന ഹസൻ ബസ്രി ഇമാം പറയുന്നു ഖില്ലത്തു ത്വആം, വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ നായ. നിങ്ങളൊരു പാത്രം നിറച്ച് നല്ല കോഴി ബിരിയാണിയോ അല്ലെങ്കിൽ ബീഫ് ബിരിയാണിയോ ഒക്കെ കൊണ്ട് കൊടുത്തു നോക്കിയേ, അത് ഒന്നോ രണ്ടോ എല്ലും കഷ്ണം കടിച്ചെടുക്കും, വയറ് നിറയ്ക്കൂല. നമ്മളാണെങ്കിലോ നമ്മളെല്ലാം റെയിൽവേ ഗേറ്റ് തുറന്ന പോലെയാ. കാറും പോവും, ബസ്സും പോവും, ലോറിയും പോവും, എല്ലാം പോവും. എല്ലാം അടിച്ച് കയറ്റിയിട്ട് ഒരു പോക്കുണ്ട് ഏമ്പക്കവും വിട്ടുകൊണ്ട്. ഇല്ല, വയറ് നിറയ്ക്കാൻ പട്ടിക്ക് കഴിയില്ല, നായ കഴിയില്ല. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുന്നു ഖില്ലത്തു ത്വആമി മിൻ അലാമത്തി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. വളരെ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. നമ്മളോ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മുന്നിലാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ മുന്നിലാണ്. അപ്പൊ രണ്ടാമത്തെ അടയാളം ഖില്ലത്തു ത്വആം. നമ്മൾ എന്ത് ചെയ്യുക? ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും തിന്നണം. തിന്നാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നവരാകരുത്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല കേട്ടോ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങളും ഭക്ഷണങ്ങളും ആവശ്യമാണ്. പക്ഷെ അത് അനാവശ്യമാകുമ്പോൾ രോഗികളായി മാറും. നായ ഒരു ഹോസ്പിറ്റലിലും പോകാറില്ല. നായ അങ്ങനെ രോഗങ്ങളൊന്നും മരിക്കാറുമില്ല, ഇല്ലേ? കാരണം ആരോഗ്യ സംരക്ഷണം. പക്ഷെ നായ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിക്കൂ. മൂന്നാമത്തെ മഹാരഥൻ രേഖപ്പെടുത്തുന്നു എത്ര ആട്ടിപ്പായിച്ചാലും യജമാനനെ മറക്കുകയോ വെറുക്കുകയോ തള്ളിപ്പറയുകയോ ഇല്ല. ഇത് മുത്തവക്കിലിങ്ങളുടെ അടയാളമാണ്. അള്ളാഹു എത്ര പരീക്ഷണം തന്നാലും എത്ര ബുദ്ധിമുട്ട് തന്നാലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, റബ്ബിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഒരാളും വിദൂരത്താവൂല. അള്ളാഹ് ബുദ്ധിമുട്ട് തന്നിട്ടുണ്ട്, അള്ളാഹ് മാറ്റും. അത് മുത്തവക്കിലിങ്ങളുടെ പ്രയാസമാണ്. പരിശുദ്ധരായ സ്വഹാബത്ത് മക്കയിൽ നിക്കക്കള്ളിയില്ലാതെ വന്നു, മദീനയിലേക്ക് വന്നു, അവിടെയും പ്രശ്നമാണ്. അപ്പോൾ ഹസ്ബുനല്ലാഹ്, ബദറിന്റെ മണ്ണിൽ ഹസ്ബുനല്ലാഹ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബത്തിൽ നിന്ന് നേരെ വന്നു കിണറ്റിലേക്ക്, അവിടെയും പറഞ്ഞു ഹസ്ബുനല്ലാഹ്. ഇബ്രാഹിം നബിയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു, അപ്പോഴും പറഞ്ഞു തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഇതെല്ലാം റബ്ബിനെ തവക്കുലാക്കലാണ്. യജമാനൻ എത്ര പരീക്ഷണങ്ങൾ കൊടുത്താലും അള്ളാനെ തള്ളിപ്പറയാതെ ചേർത്തു പിടിക്കുക. യജമാനൻ ആട്ടിപ്പായിക്കട്ടെ, കല്ലെറിയട്ടെ, ദൂരേക്ക് പട്ടിണിക്കിടട്ടെ, യജമാനനെ മറക്കൂല. കുറച്ചു നേരം കഴിയുമ്പോൾ അത് വാലാട്ടിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരും. അത് നായ വിശ്വാസികളെ പഠിപ്പിക്കുന്ന, മനുഷ്യനെ പഠിപ്പിക്കുന്ന സ്വഭാവ ഗുണം. അള്ളാനെ മറന്ന് ജീവിക്കാൻ പാടില്ല. നാലാമത്തത് താമസിക്കാൻ ഒരു അല്പസ്ഥലം മതി. താമസിക്കാൻ ഒരു അല്പസ്ഥലം. AC റൂം വേണമെന്നോ നല്ല ബെഡ് വേണമെന്നോ 2 നില വീട് വേണമെന്നോ ഒന്നുമില്ല. ഒരു ചായ്പ് കൊടുത്താലും ഒരു കടത്തിണ്ണ കിട്ടിയാലും അത് അവിടെ കിടന്നുറങ്ങും. ഇത് വിനയാനിതരായ അടിമക്ക് ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവം വിശ്വാസിക്കുണ്ടോ ദഖലൽ ജന്ന. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാന്റെ റസൂല് വിവാഹത്തിന്റെ തലേന്ന് കൊടുക്കുന്ന ഒരു 16ഓളം ഉപദേശങ്ങളുണ്ട്. അതിലൊന്ന് ഫാത്തിമ, ഖനാഅത്തുണ്ടാകണം. നിനക്ക് എന്താണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെട്ട് കഴിയാൻ ജീവിക്കണം. നമുക്കങ്ങനെയല്ല, വീണ്ടും വീണ്ടും വേണമെന്നുള്ള ആർത്തിയാണ്, അല്ലേ? ആഗ്രഹമാണ്, അത്യാർത്തിയാണ്. വേണ്ട, അള്ളാഹു തന്നത് എന്താണോ അതിൽ നിന്ന് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക. നായ നമുക്ക് തരുന്ന പാഠമാണ് എന്ന് മഹാനായ ഹസൻ ബസ്രി ഇമാം. അഞ്ചാമത്തെ സ്വഭാവ ഗുണം, നാട് മുഴുവനും ചുറ്റി സഞ്ചരിക്കും. നായ കണ്ടിട്ടുണ്ടോ? നാട് മുഴുവനും അലഞ്ഞു തിരിഞ്ഞു നടക്കും. എന്തേ? ഇത് അള്ളാഹിന്റെ മഹാരഥനാകുന്ന ഹസൻ ബസ്രി ഇമാം പറയുന്നു, ഇത് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളുടെ, അള്ളാഹുവിനെ തവക്കുലാക്കുന്നവരുടെ, മുഹിബ്ബീങ്ങളുടെ അടയാളമാണ്. സീറൂ ഫിൽ അർദി ജമീഅ, ഭൂമിയിലൂടെ നിങ്ങൾ ഇങ്ങനെ നടക്കി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാം, രോഗികളെ കാണാം. പടച്ചവനെ, ഈ രോഗം എനിക്ക് തന്നില്ലല്ലോ. ചെറ്റപ്പുരയിൽ കിടക്കുന്നവരെ കാണാം. അള്ളാഹ് കയറി കിടക്കണം, നല്ലൊരു ടെറസിട്ട വീട് എനിക്കുണ്ടല്ലോ. അള്ളാഹു നടന്നു പോകുന്നവരുണ്ട്, എനിക്കൊരു വാഹനം അള്ളാഹ് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് പഠിക്കാനും അറിയാനും അടുക്കാനും യാത്ര നല്ലതാണ്. യാത്ര അള്ളാഹുവിന്റെ അദാബിൽപ്പെട്ട ഒരു അദാബാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് പഠിച്ച് ഉൾക്കൊണ്ട് നടന്നാൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന മുഹിബ്ബീങ്ങളാകാൻ കഴിയുമെന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു അടയാളം നായയിലുണ്ടെന്ന് ഹസൻ ബസ്രി ഇമാം പഠിപ്പിക്കുകയാണ്. അതുപോലെ ആറാമത്തെ അടയാളം, അടിച്ചാലും എവിടെയെങ്കിലും കൊണ്ടുചെന്ന് ഒഴിവാക്കിയാലും പോവില്ല, അത് തിരിച്ചു തന്നെ വരും, അല്ലെ? നന്ദിയുള്ള അടിമയാണ്, നന്ദിയുള്ള ജീവിയാണ് നായ, അല്ലെ? നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു വെക്കാൻ നമ്മൾ എത്തുന്നതിന് മുമ്പ് നായ തിരിച്ചു വരും, വാലാട്ടിക്കൊണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു
അള്ളാഹുവിന്റെ റസൂല് പാതിരാത്രി നീര് കെട്ടുമാറ് കാലിൽ നമസ്കരിച്ച ആയിഷാബി ചോദിച്ചു, നബിയെ ഈ ലോകത്തെ പടയ്ക്കാൻ കാരണം നിങ്ങളല്ലേ, പിന്നെ എന്തിനാ ഈ പാതിരാത്രി നിങ്ങൾ നിസ്കരിക്കണേ? നബി തങ്ങൾ പറഞ്ഞെന്താ? അഫല അനകൂന അബ്ദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നാണ്. നമ്മൾ പലപ്പോഴും ഭാര്യയോടും ഭർത്താവിനോടും കൂട്ടുകാരോടൊക്കെ പറയണം, നിനക്ക് നന്ദിയുണ്ടോ, എടി നിനക്ക് നന്ദിയുണ്ടോ നമ്മൾ പറയാറില്ലേ? അല്ല ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടോ? എടാ 60 വയസ്സ് വരെ നിനക്ക് ആയുസ് തന്നില്ലേ, 70 വയസ്സ് വരെ എനിക്ക് ആയുസ് തന്നില്ലേ, തിന്നു കുടിച്ച് രസിച്ച് രമിച്ച് ആനന്ദിച്ച് നടന്നിട്ട് എടാ നീ എനിക്ക് നന്ദി ചെയ്തോ എന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടോ എൻ്റെ വാപ്പ? മറുപടി ഉണ്ടോ ഉമ്മ? നമുക്ക് ഒരു മറുപടിയുമില്ല. അതുകൊണ്ട് നായ നമുക്ക് തരുന്ന പാഠം, 6ാമത്തെ പാഠം നന്ദിയുള്ള അടിമയാവുക എന്നുള്ളതാണ്. 7ാമത്തത് ഇന്ന സ്ഥലത്ത് തന്നെ താമസിക്കണമെന്ന് ഒരു ഡിമാൻഡ് ഇല്ല. അപ്പൊ ഇന്ന സ്ഥലത്തേ കിടക്കുള്ളൂ എന്നില്ല, അത് മുത്തവക്കിലീങ്ങളുടെ അടയാളമാണ്. അതുപോലെ 8ാമത്തത് മഹാരഥൻ പഠിപ്പിക്കുന്നു, അനന്തരാവകാശികൾക്കൊന്നും ബാക്കി വെക്കാറില്ല. നായ എഴുതി വെക്കൂല, എന്റെ 2 നില വീട് ഇന്ന മോന്, എന്റെ വാടക കെട്ടിടം ഇന്ന മോക്ക് എഴുതി വെക്കൂല. അനന്തരാവകാശമായിട്ടൊന്നും വെക്കൂല, അത് നാളത്തേക്ക് മാറ്റിവെക്കലുമില്ല. ഇതാരുടെ? സാഹിദീങ്ങളുടെ അടയാളമാണ്. മഹാരഥന്മാരാകുന്ന സ്വഹാബത്തിൽ അധികം ആളുകൾ മരണപ്പെടുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഇൽമല്ലാതെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരുടെ ജീവിതം ഒന്നെടുത്ത് പരിശോധിക്കാൻ. കറകളഞ്ഞു പോയ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടു പോയ, നടന്നുപോയ, മണൽത്തരികളെ ചവിട്ടി നോവിക്കാത്ത മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ മരണപ്പെടുമ്പോൾ അവരുടെ അനന്തരാവകാശികൾക്ക് മാറ്റിവെച്ചത് അവരുടെ ഇൽമുകൾ മാത്രമാണ്, സമ്പത്ത് മാറ്റിവെച്ചിട്ടില്ല. അത് സാഹിദീങ്ങളുടെ ദുനിയാവ് വെടിഞ്ഞ് പടച്ചവന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവരുടെ അടയാളമാണ് എന്ന് മഹാരഥനാകുന്ന ഹസൻ ബസ്രി ഇമാം പഠിപ്പിക്കുന്നു. 9ാമത് മഹാരഥൻ പഠിപ്പിക്കുന്നു, ഭക്ഷണം വിളമ്പി വെച്ചാൽ അത് നോക്കി അല്പസമയം അതിന്റെ സാഹചര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ടേ വന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ ആർത്തി വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കല്യാണ സദസ്സിലേക്ക് പോവാണ്, കല്യാണത്തിന്റെ ഡൈനിങ് ഹാൾ, ഭക്ഷണം കഴിക്കുന്ന ഹാളിലേക്ക് നമ്മൾ ചെന്ന അതിന്റെ ഗേറ്റ് ഇങ്ങനെ അടച്ചിട്ടുണ്ടാകും. അപ്പൊ കാറ്ററിംഗുകാർ അതിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കായിരിക്കും. വിളമ്പി തീർന്ന് അതങ്ങോട്ട് ഗേറ്റ് അങ്ങോട്ട് തുറക്കുമ്പോ തുറന്നയാൾ അർശിന്റെ മുകളിലാണ്, തുറന്നയാൾ അന്തരീക്ഷത്തിലാണ്. ചാവിട്ടി മെതിച്ച് നേരെ അങ്ങ് ചെന്ന് കയറി അവിടെ ഇരിക്കുമ്പോഴാണ്, പടച്ചോനെ എന്റെ ചെരുപ്പ് കണ്ടില്ല, എന്റെ വാച്ച് കണ്ടില്ല, എന്റെ കുട്ടിയെ കണ്ടില്ല, എന്റെ മൊബൈൽ കണ്ടില്ല, ആ തിരക്കിനിടെ അതൊന്നും പ്രശ്നമില്ല, ഇരിക്കാൻ സീറ്റ് കിട്ടിയാൽ മതി. ആർത്തി വിശ്വാസിക്ക് നല്ലതല്ല. നമുക്ക് ആർത്തി ഉണ്ടാകാൻ പാടില്ല. അത് നായ നമുക്ക് തരുന്ന പാഠമാണെന്ന് ഹസൻ ബസ്രി ഇമാം 10ാമത്തത് പറയുന്നു. സ്വയം എവിടെയെങ്കിലും വിട്ടുപോയാൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു വരൂല, ഇത് മഹ്സൂനിങ്ങളുടെ അടയാളമാണ് എന്ന് മഹാനായ ഹസൻ ബസ്രി ഇമാം. നായ ആട്ടിപ്പായ്ച്ച പോകൂല, സ്വയം ഇഷ്ടത്തിന് എവിടെയെങ്കിലും മടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു വരൂല. അത് അള്ളാഹുവിന്റെ മഹ്സൂനികളും അങ്ങനെയാണ്. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, പ്രവാചകന്മാർ ഒരു നാട് വിട്ടുപോയാൽ, ആ നാടിനെ വെറുത്തുകൊണ്ട് സ്വയം അവർ പോയാൽ പിന്നെ ആ നാട്ടിലേക്ക് അവർ മടങ്ങിയിട്ടില്ല. ഇത് അള്ളാഹുവിന്റെ മഹ്സൂനിങ്ങളുടെ അടയാളമാണ് എന്ന് മഹാനായ ഹസൻ ബസ്രി ഇമാം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഈ 10 സ്വഭാവ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ ചേർത്തു പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് ഹസൻ ബസ്രി ഇമാം പഠിക്കുന്നു, 10 കാര്യങ്ങളിൽ ഒരെണ്ണം എല്ലാം ഉണ്ടാകണം, ഒന്നെങ്കിലും ചേർത്ത് പിടിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് മഹാനായ ഹസൻ ബസ്രി ഇമാം പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു നായയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഒരു നായേക്കാൾ മെച്ചമുള്ള ആളല്ലേ നമ്മൾ? മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, സൃഷ്ടികൾ വെച്ച് ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സൃഷ്ടി മനുഷ്യനാണ് എന്നാണ്. എങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായി കൂടെ ഈ സ്വഭാവങ്ങളൊക്കെ ചേർത്തു പിടിക്കാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല, ഒരു 10-12 മിനിറ്റ് കൊണ്ട് നമുക്ക് വിഷയങ്ങൾ പറഞ്ഞു തീർക്കണമെന്നാണ് ആഗ്രഹം. ആരെങ്കിലും ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ആ മജ്ലിസ്. ബദറിൻ തീരം ലൈവ് എന്ന ചാനലിലൂടെയാണ് ആ ലൈവ്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. മഹാന്മാരുടെ ചരിത്രം മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.